ഹലോ ഫ്രണ്ട്സ്, പെറ്റ്ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ കിളിക്കൂടിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കിളിക്കൂടിൻ്റെ അവസ്ഥയാണ് ഇപ്പം കാണിച്ചു തരാം. ബാക്കി അപ്പോൾ നമ്മൾ കിളിക്കൂടിൻ്റെ അകത്ത് നമ്മൾ രാധ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിളിക്കൂട് മൊത്തം നമ്മളെ പക്ഷിയുടെ തൂവലും പ്രാവിൻ്റെ തൂവലായത് മൊത്തത്തിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പൊഴിച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മുയൽ വന്നതിന് ശേഷമാണ് ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ പുല്ലൊക്കെ കൊടുക്കലുണ്ട് മുയലിന്. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളിലും ഇങ്ങനെ ഫുള്ളായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ മഴയും കൂടി പെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് നല്ല അലമ്പായി കിടക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മളെ മുയൽ ഇത് ഇവിടെ ഉണ്ട്, രണ്ടാളും നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് അടിപൊളിയാണ് ഇവരെ കാണാൻ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കിളിക്കൂടി മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ചൂലും ഇതുപോലത്തെ ഒരു കാട്ടങ്ങളിൽ അടിച്ചു വരുന്ന സാധനം എടുത്തിട്ട് നമുക്ക് കിളിക്കൊണ്ട് ഒരു അറ്റത്തുനിന്ന് തുടങ്ങാം മൊത്തമായിട്ട് വൃത്തിയാക്കാൻ. അപ്പോൾ നമ്മൾ വൃത്തിയാക്കുമ്പോൾ നമ്മളെ മുയൽക്കൂട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാ വേണ്ട പോട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ് മൊത്തത്തിൽ വൃത്തിയാക്കാൻ. ഫുള്ളായിട്ട് നമ്മളെ പക്ഷികളെ കാഷ്ടവും തൂവലായിട്ട് നല്ലോണം നിറഞ്ഞിട്ടാണല്ലോ കൂടിപ്പോൾ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്കില്ല മാസത്തിലൊരു തവണ ഇങ്ങനെ വൃത്തിയാക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ കാട്ടായിട്ടില്ല. നമ്മൾ മുയൽ വന്നേരാന്ന് ഇങ്ങനെ പുല്ലും കാര്യങ്ങളുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് കാട്ടായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മുയൽ രണ്ടാളും ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഫുഡൊന്നും കിട്ടിയില്ല ഇവർക്ക്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങോട്ട് പോടാ. അപ്പോൾ നമുക്ക് ഈ കല്ലുമേളിൽ ആദ്യം തട്ടിത്തായിടാം, ഫുള്ളായിട്ട് വേസ്റ്റിടാം. ഈ ഭാഗത്ത് കണ്ട, ഈ ഭാഗത്ത് ഫുള്ളായിട്ട് പക്ഷികളുടെ കാഷ്ടമാണ് ഈ ഭാഗത്തുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പക്ഷികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് മരം കൊണ്ട്. അവിടെ നമ്മൾ ലവ് ബേർഡ്സും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നേരെ ഇവിടത്തേക്കാണ് കാഷ്ടം വരിക. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വൃത്തികേടായിട്ടുള്ളത്. ഇങ്ങനത്തെ ആദ്യം നമുക്ക് തട്ടിയിട്ട് നിലത്തിടാം. അപ്പോൾ ചെറുങ്ങനെ വണ്ണാമ്പിലും കാര്യങ്ങളിലും ഉണ്ട് ഇത് കൂടിയിട്ട്. പിന്നെ ഇത് നമ്മളെ കിളിക്കൂട്ടിൽ ഇത് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വരുന്ന സാധനമാണിത്. എന്താണെന്ന് കാണുന്നുണ്ടോ? ഈ കറുത്ത ആട്ടുംപുട്ട പോലത്തെ സാധനമാണ് നമ്മളെ മുയലിൻ്റെ കാഷ്ടമാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കാഷ്ടം വന്നിട്ട് ഇടുന്നത്. നല്ലോണം തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ നമ്മളിന്ന് അടിച്ച് ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ നല്ല വെയിലാണ്. വേറെ ഒന്നും ഞാൻ കാണിച്ചത് നമ്മളെ ഫിൽറ്റർ സെറ്റാക്കിയ ഭാഗത്ത് ഇത് കണ്ട, ഈ ഒരു ഭാഗത്ത് മുയൽ വന്നിട്ട് സ്ഥിരമായിട്ട് കാഷ്ടം ഇട്ട് വെക്കുന്നത് നല്ലപോലെ ഉണ്ട്. ഫിൽറ്ററിൻ്റെ ആ മൂലക്കാണ് ഇവർ വന്നിട്ട് കാഷ്ടം ഇടുന്നത്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് അടിച്ചു വരണം. അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് അടിച്ചു മാറ്റി ഇങ്ങോട്ട് എടുക്കട്ടെ. മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ആക്കണം ഇന്ന്. പിന്നെ നമ്മളെ പോണ്ടിങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഒരു ചെറിയൊരു വല നെറ്റിട്ടിട്ട് നമ്മൾ മൂടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് ആമ്പലും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഫിൽറ്റർ വെക്കുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ആക്കിയ സമയത്ത് നമ്മൾ അലിഗേറ്ററിൻ്റെ പോണ്ട് കൊണ്ടുപോയിട്ടായിരുന്നു. അതിപ്പോൾ നോക്കുമ്പോൾ ആടുന്ന് ആമ്പലെല്ലാം ചീഞ്ഞു പോയി. ഇനി പുതിയൊരു ആമ്പൽ സെറ്റാക്കണം നമുക്ക്. ഇപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഈ കാഷ്ടങ്ങളിൽ ഇതിനകത്ത് വാരട്ടെ. അപ്പോൾ അപ്പോൾ നമ്മൾ മുയൽ നെറ്റുമ്മൽ വന്ന് നിന്നിട്ടുണ്ട്. അവിടെ വെള്ളത്തിൽ പോവില്ല, നെറ്റ് നമ്മൾ അപ്പുറം വലിച്ച് നല്ലോണം കെട്ടിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോടാ. അപ്പോൾ നമ്മളെ രാധയും മിട്ടുവിനെ പോലെ തന്നെയാണ് നമ്മളടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എപ്പോഴും. മുയലിൻ്റെ കാഷ്ടമാണിത്, ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഒരു ആട്ടും കാഷ്ടം പോലെ തന്നെ, അതിനെക്കാട്ടും കുറച്ച് ചെറുതായിട്ട്. ഒരു മുയൽ നമ്മളെ പ്രാവിൻ്റെ കൂട്ടിൽ വന്ന് കയറി കിടപ്പുണ്ട്. ഇപ്പോൾ വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരുതാ. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഉറങ്ങേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരാളേ ഉള്ളൂ, ഒരാളിതാ പിന്നെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ വയ്യന്നാണ് ഇങ്ങനെ നടക്കൽ. അവിടെ കിടന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം നിറച്ചും കാഷ്ടങ്ങളാണ്. ഇത് പിന്നെ ഈ കൂട് വെക്കുന്ന സ്ഥലമായിട്ട് നല്ലവണ്ണം കാഷ്ടങ്ങളുണ്ടാകും. കാഷ്ടവും തൂവലുമായിട്ട് നിറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവും. ഫുള്ള് പ്രാവിൻ്റെ തൂവലാണ് ഈ കാണുന്നത്. അതുപോലെ ഇങ്ങനെ കൊത്തി പൊഴിച്ചിടുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടുണ്ട്. ഞാൻ കോരി കാണിച്ചു തരാം. ഇത്രയും തൂവൽ പ്രാവിൻ്റെ തൂവലാണ്. ഇത്രയൊന്നല്ല, ഇനി അടിച്ചു വാരിയത് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഉള്ളത് നമ്മൾ മുയലിന് ഫുഡ് കൊടുത്തിട്ടുള്ളതിൻ്റെ ബാക്കി പുല്ലും കാര്യങ്ങളാണ് ഇത്. ഇതൊക്കെയുള്ളതാണ് നമ്മൾ കിളിക്കൂട് ഫുള്ളായിട്ട് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ അടിച്ചു പറ്റി നല്ല പണിയുണ്ട് എന്തായാലും ഇന്ന്. അപ്പോൾ ഇത് മൊത്തത്തിൽ അടിച്ചു പറ്റി കാണിക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചത്. നമ്മളെ രാധയും മിട്ടു നമ്മളെ പൈനാപ്പിൾ കൊണ്ടൊരു ഒരുമിച്ചിരിപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് ഇവരെ ഇങ്ങനെ കാണാൻ.
ഇവർ മൂന്നാളിപ്പോൾ ഒരു ടീം പോലെയാണ് നടക്കുന്നത്. മറ്റേ ആൾ മരിച്ചു പോയതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ കൊണ്ടൊരു മരിച്ചു പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും അത്. അപ്പോൾ ഇതാ നമുക്ക് ഈ കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ മുയലില്ലാത്ത തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ അടിച്ചു വരണ്ടെങ്കിൽ ഇവൻ ഇങ്ങോട്ട് മാറ്റണം. ഇതാ ആളിനത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നല്ലോണം നമ്മൾ പണി വേഗം നടക്കുന്നുണ്ട്. മണ്ണടക്കം ഇതിൻ്റെ അകത്ത് കോരിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അടിച്ചു കാറ്റി ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് നമ്മളെ കിളിക്കൂട്ടിൽ നിന്ന് കിട്ടിയതാണ്. പുല്ലിൻ്റെ വേസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളെ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ട്, തൂവലുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഞാനിത് മൊത്തം ഇനി വാരി ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി കളയാണ്. കളഞ്ഞിട്ട് ഇനി കാണിക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മളിവിടെ മൊത്തം ക്ലീനാക്കി ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പാട്ട കണ്ട, ഈ ഒരു പാട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത്. ഇങ്ങനെയല്ല ഇത് വാങ്ങിക്കുമ്പോണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് കണ്ട് ഈ ചകരിയുള്ള ഈ സാധനം, ഇതുപോലത്തെ ഒരു കൂട് വാങ്ങി നമ്മൾ പക്ഷിക്ക് വേണ്ടിയിട്ട്. നോക്കുമ്പോൾ അവസാനം നമ്മൾ ലവ് ബേർഡ്സും കാര്യങ്ങളിലും ഇതിനകത്തുള്ള ചകരിയും കാര്യങ്ങളിലും ഓറ് കൂടുണ്ടാക്കാൻ എടുത്തുകൊണ്ട് പോയി. അവസാനം ഇത് താഴെ വീണ് കിടക്കായിരുന്നു. ഈ പാട്ട നമ്മൾ വൃത്തിയാക്കുമ്പോൾ കിട്ടിയതാണ്. നമ്മൾ മൊത്തം വൃത്തിയാക്കി കൂടി നമ്മൾ കാണിച്ചത്. ആരെയുണ്ട് മുയലിനെ എടുത്ത് പിടിച്ചിട്ട്. ഇതാ മറ്റേ ആൾ ഇവിടെയുണ്ട്. നമ്മളിവിടെയെല്ലാം വൃത്തിയാക്കണം. ഇവിടെയെല്ലാം ഫുള്ള് തൂവലായിരുന്നു. ഇപ്പോൾ പിന്നെയും കുറച്ചുകൂടി വന്നിട്ടുണ്ട് അവിടെയല്ലോ. എന്തായാലും ഇത് പിന്നെയും വൃത്തിയോടെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവർ വൃത്തിയോടാക്കുക. മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയെല്ലാം ഇപ്പോൾ ഇവിടെയെല്ലാം മുയലിൻ്റെ കാഷ്ടങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ അടിച്ച് വൃത്തിയാക്കി ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വൃത്തിയുണ്ട് നമ്മളെ കൂട് കാണാൻ. അപ്പോൾ നമ്മൾ മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് പക്ഷികൾക്കും മുയലിനും മറ്റേ മീനുകൾക്കൊന്നും ഫുഡൊന്നും കൊടുത്തില്ല. നമ്മൾ ഫുഡെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നതെന്ന്. കാണിച്ചു തരാം. ഇത്രയും ഫുഡാണ് നമ്മളിന്ന് എല്ലാ ദിവസവും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ് കൊടുക്കൽ. വെള്ളവും ഫുഡും നമ്മൾ ഇപ്പോൾ മുയലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇലകളും കാര്യങ്ങളും പറിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. ആദ്യം നമ്മളിതാ തെനയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടാണ്. ഇവിടെ വെക്കുമ്പോൾ തന്നെ എല്ലാവരും വന്ന് കഴിക്കും. എന്തായാലും ഇതാ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ വന്ന് കഴിക്കാം. നമ്മൾ കൊക്കയിലും നല്ലോണം വിശന്നിട്ടാണ് എല്ലാവർക്കും. നമ്മൾ വൃത്തിയാക്കുന്നതുകൊണ്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് രണ്ടെണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കഴിച്ചോട്ടാ. ഓ ഇതാ അപ്പോൾ ഇത് നമ്മളെ സൺകൊനൂർ ഇതെല്ലാം കഴിക്കുന്ന ഫുഡാണ്. അതുകൂടെ വെച്ച് കൊടുക്കാം. നമ്മളെ കൊക്കട്ടെല്ലാം അപ്പം തന്നെ വന്ന് കഴിക്കാൻ തുടങ്ങി. ആരും ഇതൊന്ന് പിടിച്ചോ മറിക്കറ. അപ്പോൾ ഇതിവിടെ ഞാൻ കൊളുത്തി കൊടുക്കട്ടെ. അതികൊണ്ടാ അതികൊണ്ടാ. അപ്പോൾ ഈ ഫുഡ് ഞാൻ രണ്ടെണ്ണത്തിലാക്കിയിട്ടാണ് കൊടുക്കില്ല. അപ്പോൾ ആരും അങ്ങനെ അടിയൊന്നും കൂടാണ്ടെങ്കിൽ കഴിച്ചോളൂ. അപ്പോൾ നമ്മൾ എല്ലാ കളികളും വന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. നല്ലോണം വിശന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാവരും ഒരുമിച്ചുള്ളത്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനത്തെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കും. ഇത് നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കുകയാണ്. ഇത് കൊളുത്തതിന് ഇവിടെ ഒരു ചെറിയൊരു ഹാങ്കർ പോലത്തെ സെറ്റപ്പ് ഉണ്ട് നമുക്ക്. അതിവിടെ വെച്ച് കൊടുത്താൽ ഇവിടെ കിളികൾ ഇരിക്കണ്ടിട്ട് നമ്മൾ ചെറിയൊരു മരം വെച്ചാണ്. അപ്പോൾ ഇതാ ഈ മരത്തം വരുന്നിട്ട് ഇവിടുന്ന് വെള്ളം കുടിച്ചോളൂ ഇവർ. അപ്പോൾ ഇതിനകത്ത് തന്നെ കാഷ്ടം ഇവിടുന്ന് സെറ്റപ്പ് ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങ് 4 പാത്രമുണ്ട് ഇങ്ങനത്തെ നമുക്ക് വെള്ളം കൊടുക്കുന്ന. എല്ലാത്തിനും നമ്മളിവിടെ ചെറിയൊരു മരവും സെറ്റപ്പ് ആക്കി കൊടുക്കുന്നു. ഇവിടെ തന്നെ ഇവർ വെള്ളം കഴിച്ചോളൂ. അപ്പോൾ 4 ഞാനൊന്ന് സെറ്റാക്കട്ടെ എന്താ. അപ്പോൾ 4 പാത്രം ഞാൻ സെറ്റാക്കിയിട്ട് നമ്മളെ പക്ഷികളെല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. ഇതാ ഒരാൾ നമ്മൾ ലവ് ബേർഡ്സ് ഇവിടെ വെള്ളം വെച്ചുകൊണ്ട് തന്നെ ഇത് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നല്ലോണം ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുടിച്ചോട്ടാ. പിന്നെ നമ്മൾ 2 പാത്രത്തിനും കൂടി വെള്ളം വെച്ച് കൊടുക്കലുണ്ട്. അതാ ഇങ്ങനെയുള്ള 2 പാത്രത്തിൽ മാത്രം വെള്ളം വെച്ച് കൊടുക്കലുണ്ട്. ഇത് വെക്കുന്നത് വെച്ചാൽ ഇത് നമ്മളിവിടെ ഇങ്ങനെ ഹാങ്കർ ചെയ്ത് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മളെ രാധയും വിട്ടുള്ള അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുളിക്കലൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. കുടിക്കലും ഉണ്ട്. ചില സമയത്ത് ഇവർ വന്നിട്ട് ചൂട് കാരണം ഇതിനകത്ത് വേണ്ടി തലമുക്കിയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ കുളിക്കുന്ന കാണലുണ്ട്. പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് ഇത് 2 പാത്രത്തിൽ. ഇങ്ങനത്തെ പാത്രത്തിൽ നമ്മൾ നിലത്ത് വെള്ളം വെച്ച് കൊടുക്കലുണ്ട്. ഈ നിലത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മുയലിനെ വാങ്ങിയിട്ട് മുയലും പിന്നെയുള്ള താഴെയുള്ളതാണ് അവിടെ കാണുന്ന ബട്ടൺ കുയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബട്ടൺ കുയിലുണ്ട് നമ്മളെ കിളിക്കൂട്ടിൽ. അവരൊക്കെ നിലത്ത് പറന്നിട്ട് മുകളിലോട്ട് പോകില്ല അവരൊന്നും. അതുകൊണ്ട് ഇവരൊക്കെ നിലത്ത് നിന്ന് തന്നെ വെള്ളം കഴിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് വെള്ളം നിലത്ത് വെച്ച് കൊടുക്കുന്നത് 2 പാത്രത്തിൽ. പിന്നെ മുയലും അതിൻ്റെ അകത്ത് തന്നെ കഴിക്കും, നല്ല കുടിക്കും വെള്ളം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് ചെടികളും ഇലകളെല്ലാം പറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പറിക്കുന്നത് വെച്ചാൽ നമ്മൾ മുയലിന് കൊടുക്കേണ്ടിയിട്ടാണ്. ഈ ഒരു നീല ഇല കണ്ട ഇത് നല്ലോണം അവർ കഴിക്കുന്നതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ
ഓണത്തിനും പൂവെല്ലാം ഇടുമ്പോൾ മുറിച്ചിട്ട് നല്ല രസത്തിലുള്ള ഇലയാണിത്. ഇത് ഇവർ നല്ലവണ്ണം കഴിക്കുന്ന കാണലുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ നമുക്ക് ഇത് ഇവർക്ക് കൊടുക്കാം. എന്നാൽ കുറച്ച് പോകാൻ കൊടുത്തു, എന്നാൽ കുറച്ച് ആരെയും കൊടുത്തോ. ഞാനിത് നിലത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പറിച്ച് കഴിക്കാൻ നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുന്ന ഇവിടെ വെച്ച് കൊടുക്കുക. ഇതാ ഇങ്ങോട്ട് വരെ ഇവിടെ ഇങ്ങനെ കൊളുത്തി വെച്ച് കൊടുത്താൽ ഇവർ ഇവിടുന്ന് തന്നെ വന്ന് കഴിയുക കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് വെച്ചിടാം. ഇതാ ഈ ഇല ഇവർ നല്ലോണം കഴിക്കലുണ്ട്. ഇതാ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇല ഇവർക്ക്. കഴിച്ചോട്ടാ. പിന്നെ ഈ ഇല എന്ന് വെച്ചാൽ മുയൽ മാത്രമല്ല കഴിക്കുക, നമ്മൾ ലവ് ബേർഡ്സും ഈ ലവ് ബേർഡ്സ് ഉണ്ട്. നമ്മൾ ലവ് ബേർഡ്സ് എല്ലാം വന്നിട്ട് ഇല ഇങ്ങനെ കഴിക്കലുണ്ട്, ഇവരെ കൊത്തിയെടുക്കലുണ്ട്. വേറെ ഞാൻ കാണിച്ചത് നമ്മൾ വെള്ളം വെച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് വെള്ളത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് അവിടെ നിന്നും കുടിക്കലുണ്ട്. ചില സമയത്ത് ഇവർ താഴെ വെച്ച പാത്രത്തിൽ നിന്ന് കുടിക്കലുണ്ട്. നമ്മളെ കൊക്കട്ടയിൽ നമ്മൾ താഴെ വെച്ച വെള്ളം കുടിക്കാൻ പോകും. താഴെ വെച്ച വെള്ളം കുടിക്കുന്നുണ്ട് കൊക്കട്ടയിൽ. ചില സമയത്ത് ഇവർ അവിടെ നിന്ന് കുളിക്കുന്നതും കാണലുണ്ട് നല്ല രസത്തിൽ. ഫുള്ളായിട്ട് കുളിക്കാൻ പറ്റില്ല ആ പാത്രത്തിൽ. പിന്നെ നമ്മളധികം വെള്ളം വെച്ച് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പക്ഷികളെല്ലാം വലിയ പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതിനകത്ത് വീണ്ടും ചിലപ്പോൾ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കുന്നത്. നമ്മൾ മുയൽ നല്ലോണം കഴിക്കുന്നുണ്ട്. ആര്യ മുയലിന് ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കഴിച്ചോളൂടാ. പിന്നെ നമ്മൾ ഇതുപോലത്തെ 2 ഫുഡിൻ്റെ ഫുഡ് കൊടുക്കുന്ന പാത്രമാണ്. ഇതാകുമ്പോൾ ഇവർക്ക് ഇവിടെ വന്നിട്ട് നിന്നിട്ട് കഴിക്കാം. ചെറിയ പക്ഷികൾക്ക് ഫിഞ്ചസ് മറ്റേ ലവ് ബേർഡ്സിനൊക്കെ അതിനകത്ത് വന്നിട്ട് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നിലത്ത് വെച്ച് കൊടുക്കില്ല. നിലത്ത് വെച്ച് നമ്മൾ പ്രാവും കാര്യങ്ങളും വന്നിട്ട് ഇതിൻ്റെ മേലെ നിന്നിട്ട് ഫുഡടക്കം മറിച്ചിട്ടിട്ട് ഫുഡ് വേസ്റ്റായി പോക്കുന്നുണ്ട്. അവിടെ നമ്മളിത് കെട്ടിയിട്ട് ഇവിടെ കെട്ടി തൂക്കി കൊടുക്കലാണ്. അതാകുമ്പോൾ നനയലൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇവർക്ക് ഇവിടുന്ന് വന്നിട്ട് കഴിക്കാം. മറ്റേ ഒരെണ്ണം ഞാൻ അവിടെയും കെട്ടിയിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിൾ കൊണ്ടുവരെ കഴിക്കാൻ അവിടെ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ. ഫിഞ്ചസ് ഒരാൾ കഴിക്കുന്നുണ്ട്. നല്ല രസമാണ്. ചെറിയ ബേഡ്സിനൊക്കെ ഇത് നല്ലതാണ് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ. അപ്പോൾ ഫുഡ് അധികം വേസ്റ്റ് ആകുമൊന്നുമില്ല നിലത്ത് മറിഞ്ഞിട്ടൊന്നും. നമ്മൾ പ്രാവിൻ്റെ ഫുഡാണ്. ഇതും നമ്മൾ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ അവരിത് കഴിച്ചോളും. വന്നിട്ട് ഇത് നിലത്ത് വെച്ച് കൊടുക്കലാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചോറ് ഇതിനകത്ത് തന്നെ എടുത്ത് വന്ന് കഴിച്ചോളും. അതിന് നമുക്ക് നമ്മളെ ഫിഷിന് ഫുഡ് കൊടുക്കുകയും വലയാൻ ചെറുങ്ങനെ ഇങ്ങോട്ട് മാറ്റാം. നല്ല മര്യാദയ്ക്ക് കാണാൻ പറ്റും ഫിഷിനെല്ലാം. അപ്പോൾ നമുക്ക് മീനിൻ്റെ ഫുഡ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇവരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഇവിടെ വരും കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ഫുഡല്ല കൊടുക്കുന്നത്, 2 തരം ഫുഡ്. നമ്മളെ കോഴിക്കാർപ്പ് ഇതെല്ലാം വന്ന് കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ അതെല്ലാവരും വരുന്നുണ്ട്. നല്ല അടിപൊളി അവരെ കാണും. ഇവർ കഴിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഗോൾഡ് ഫിഷും ബ്ലാക്ക് ഗോൾഡ് ഫിഷും എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ഫുഡും കൂടി നമ്മൾ കൊടുക്കുന്നത് കുറച്ചുകൂടി വലുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ഫുഡും കൂടി നമ്മൾ കൊടുക്കലുണ്ട്. കഴിച്ചോട്ടോ. അതെ, അപ്പോൾ എല്ലാവരും നല്ല രസത്തിൽ കഴിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ കുളം കാണാൻ നല്ല അടിപൊളിയാണ്. ഈ ഫിഷിൻ്റെ കളർ കൊണ്ട് തന്നെ നല്ല അടിപൊളി രസമാണെന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് കാണാൻ. അപ്പോൾ നമ്മൾ ഈ തൂക്കിയിട്ട ഫുഡ് നമ്മളെ മിട്ടുവിൻ്റെ ആദ്യം വന്ന് കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. അതായത് ചെറിയൊരു കൊമ്പ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. നമ്മൾ കുഴിച്ചിട്ട മരത്തിൻ്റെ കൊമ്പാണ്, അത് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് അവിടെ നിന്നിട്ട് കഴിക്കുന്നുണ്ട് നല്ല രസത്തിൽ തന്നെ. അപ്പോൾ ഇതിങ്ങനെ തൂക്കിയാൽ നമ്മളെ മേലെ ചെറിയ ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ മഴ പെയ്താൽ ഇത് നനയില്ല. അതെ, പിന്നെ നമ്മൾ മേലെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ചെറിയൊരു കമൻറ്റ് വന്നായി. നമ്മളൊരു ചെറിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വെള്ള ഷീറ്റ് കൊണ്ട്, ഒരു ഭാഗം കവർ ചെയ്യാണ്ടാണ് ഉള്ളത്. പിന്നെ വേറെ ഞാൻ കാണിച്ചത് നമ്മൾ പ്രാവിന് വെച്ച ഫുഡ് നമ്മളെ മുയൽ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡ്. രണ്ടാളും ഇത് ഇവിടെ വെച്ച് കൊടുത്താൽ ഫുള്ളെടുത്തിട്ട് കഴിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിത് മൊത്തമായിട്ട് ക്ലീൻ ആക്കുന്നൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നല്ല അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.